നമസ്കാരം, ഞാൻ റീജ. കറി കാർട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചില്ലി സോയയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചില്ലി സോയ തയ്യാറാക്കുന്നതിനായിട്ട് 100 ഗ്രാം സോയയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം സോയയിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കണം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് വെക്കണം. സോയ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് വേറൊരു ബൗളിലോട്ട് ഇടണം. വെള്ളം ഒട്ടുമില്ലാതെ തന്നെ പിഴിഞ്ഞെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, വിനിഗർ 1 ടീസ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 മുട്ട കൂടി പതപ്പിച്ച് ചേർക്കാം. പാൻ ചൂടായതിന് ശേഷം വറുക്കാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഒരെണ്ണ ഇട്ട് നോക്കുമ്പോഴറിയാം. എണ്ണ ചൂടായിട്ടുണ്ട്. രണ്ട് സ്റ്റെപ്പായിട്ട് വറുത്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. സോയ കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ട് വളരെ നല്ല ഒരു ഫുഡാണ്. ഫുൾ പ്രോട്ടീനാണ് സോയ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് മൂത്ത് കിട്ടും. നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു 5 മിനിറ്റ് മതി ഇത് മൂത്ത് കിട്ടാനായിട്ട്. കോൺഫ്ലവർ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു കോട്ടിങ് കിട്ടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും വളരെ നല്ലതാണ്. സോയ മൂത്ത് തുടങ്ങി. ആ കോരി അടുത്ത പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഒരു ചീനിച്ചട്ടിയിലാണ് ഇന്നിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, 2 മീഡിയം സവോള, ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഈ ചീനിച്ചട്ടി ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഒരു 10-30 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. കൂട്ടി വയ്ക്കണം ഈ സമയത്ത്. ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം 3 കളറും കൂടി 1 കപ്പ്, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ്
1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും വേണം. അതിൻ്റെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന സോയ കൂടി ചേർക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി. ഇനി എല്ലാ സോസിലും ഉപ്പ് ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് മതി. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി ഇടാം. ഇത് ചില്ലി സോയ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് ഒഴിച്ചിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അത് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കണം. ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കണം. പുതിയ ഒരു ഡിഷുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.